ഇനി നമുക്ക് ഇത്രയും ഡ്രസ്സ് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഹൈദരാബാദിലോട്ട് അയക്കാനുള്ളതാണ്. 1 to 2 ഇയർ ആയിട്ടുള്ള ബേബിക്ക് വരുന്ന ഫ്രോക്സ് ആണ് കേട്ടോ അതൊക്കെ വരുന്നത്. ആ ഒരു സൈസിലാണ് വരുന്നത്. ഇതിൽ ചില ഫ്രോക്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്. എനിക്ക് വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറേ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. എനിക്കൊന്നും നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഈ ഒരു വർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് ദിവസമായി അവർ ഈ വർക്ക് തന്നിട്ട്, പക്ഷേ എനിക്ക് ചെയ്യാനുള്ള മടി, ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട്, മടിയോ ചെയ്യാൻ തോന്നായി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ ചെയ്യാൻ ഡിലേ ആക്കി വെച്ചാണ്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർത്തു. ഈ ഒരു വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മെഷീനൊന്ന് ഓയിലൊക്കെ ചെയ്തിട്ട് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി ഓയിലിട്ടിട്ട്. അതിൻ്റെ ഇടയിൽ അമ്മായിമ്മ മരോട് ക്ഷീണിക്കണ്ടെന്ന് വിചാരിച്ചൊരു ജ്യൂസൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രോക്കൊക്കെ ഉണ്ട് നമുക്ക് കൊടുക്കാനുള്ളത്. 6 ഉണ്ട്. അത് ഓരോന്നും ഞാൻ ഇവിടെ കാണിക്കാം. ഇത് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഒരു 1 to 2 ഇയർ ആയിട്ടുള്ള ബേബീസിന് ഇടാൻ വേണ്ടി പറ്റിയിട്ടുള്ള ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുണ്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഈദിനുള്ള ഓർഡേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. ഇനി വേണം നമുക്ക് മെസ്സേജൊക്കെ ഒന്ന് തൽക്കം തന്നെ നോക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പാക്ക് ചെയ്യുന്നതിൻ്റെ കവറൊക്കെ ഞാൻ വേണമെങ്കിൽ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങൾക്ക് കൊറിയർ കവറാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് കവറാണെന്നുണ്ടെങ്കിലൊക്കെ അത് അതിൽ നമുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഫ്രോക്ക് എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ഹൈദരാബാദിലോട്ട് അയക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ 2 കൊറിയർ കവറിലാക്കിയിട്ട് നല്ല സെക്യൂർ ആയിട്ട് തന്നെ പാക്ക് ചെയ്തതിന് ശേഷം മൊത്തം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നത്.